ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി വിത്തുകൾ എങ്ങനെ കളക്ട് ചെയ്യുന്നത്, വിത്തുകൾ നമ്മൾ വീട്ടിലുള്ള വിത്തുകൾ നമ്മൾ എങ്ങനെയാണ് അത് എടുത്തു വയ്ക്കുന്നത്, അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്ക് വിത്തെടുക്കാമോ പയറെടുക്കാമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പയറിൽ നിന്നോ വെണ്ടയിൽ നിന്നോ നമ്മൾ അതിൻ്റെ അരി എടുത്താൽ അത് മൂത്തതൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ കുഴിച്ചിട്ടാലും അത് ഉണങ്ങുമ്പോഴത്തേക്ക് അങ്ങ് ചൊക്കി അങ്ങിരിക്കും. അങ്ങനെയല്ല വിത്തെടുക്കേണ്ടത്. അപ്പം ഒന്നും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചെടിയിൽ നിന്ന് നമ്മുടെ വിത്തിനായിട്ട് നിർത്തിയേക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ വിത്തിനായിട്ട് നിർത്തിയിരിക്കുന്ന പയറാണ്. അത് ആ ചെടിയെ തന്നെ അങ്ങ് നിർത്തിയിരുന്നാൽ മതി. ചിലരാണെങ്കിൽ ആ കുഞ്ഞു ഈ പരുവത്തിൽ പിച്ചു കൊണ്ടങ്ങ് വെക്കും. അതിൻ്റെ മണി നല്ല ഇങ്ങനെ വെച്ചിരുന്നാൽ മതി എന്നൊക്കെ. അല്ല, അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അതേ തന്നെ നിന്ന് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ആ പയറിനെ പിച്ചിയെടുക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ നമ്മൾ പിച്ചിയെടുക്കണം. 1-2 ദിവസം നമ്മൾ വെയിലത്തിട്ടതിന് ശേഷം അതിൻ്റെ പയറുകൾ നമുക്ക് അടർത്തിയെടുക്കാം. ഇത് തക്കാളി വഴുതനയാണിത്. ഇത് ആദ്യം പിടിച്ചത് വിത്തിന് നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ നല്ലതുപോലെ പരുവായിട്ട് നിൽക്കുക. അപ്പോൾ അതിനെ നമുക്ക് പിച്ചിയെടുക്കാം. അതിനെ ഉണക്കണം. അതിനെ നല്ലതുപോലെ ഉണക്കിയിട്ട് നമുക്ക് അരിയെടുക്കാം. ഇത് നമ്മുടെ വയലറ്റ് വഴുതനങ്ങ വിത്തിന് നിർത്തിയിരുന്നതാണ്. അപ്പം നല്ലതുപോലെ പഴുത്തിരിക്കുകയാണ്. നല്ലോണം മൂത്ത് പഴുത്ത് നല്ല പരുവായതിനു ശേഷം മാത്രമേ നമ്മൾ എന്തും നമ്മുടെ ചെടിയിൽ നിന്ന് പിച്ചാവും. ഇത് പച്ച നീണ്ട വഴുതനങ്ങ കേട്ടോ. ഇതിപ്പം ടെറസിൽ നട്ടിരുന്ന വഴുതനങ്ങയായിരുന്നു. അവിടെ നിന്ന് ഗ്രോ ബാഗിൽ നിന്ന് വല്ലാതെ നിന്നപ്പോഴെടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് മണ്ണിനകത്ത് വെച്ചു. എന്നിട്ട് ആ ഗ്രോ ബാഗിനകത്ത് അടുത്ത കൃഷി ഇറക്കി. ഇപ്പം മണ്ണിനകത്ത് വെച്ചിട്ട് അത് വീണ്ടും നല്ല ആരോഗ്യത്തോടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പിടിച്ച വഴുതനങ്ങയാണിത്. അപ്പോൾ അതിൻ്റെയും വിത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്ക് തീർന്നു. അപ്പം നമ്മുടെ മുളകൊക്കെ ഇഷ്ടംപോലെ ആയിട്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ കുടിപ്പിനുള്ള മരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ നല്ലതുപോലെ ഇപ്പം കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിത്തിന് നിർത്തിയിരിക്കുന്ന നല്ല മുളക് കണ്ടില്ലേ, നല്ല ചുമന്ന് പഴുത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പിച്ചിട്ട് നമുക്കത് ഉണക്കി വയ്ക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ഉണങ്ങുന്നത് വരെ ഇതിൽ നിർത്തിയേക്കണ്ട, പയർ നിർത്തിയേക്കുന്നവരെ നിർത്തണ്ട. നമുക്കിനി ഉണക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ നിർത്തിയിരുന്നാലും നമ്മൾ പിന്നെ എപ്പോഴും സീഡ് കട അന്വേഷിച്ചൊന്നും നടക്കേണ്ട കാര്യമല്ല, അല്ലേ? അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ വിത്ത് വകകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ നല്ല റെഡ് കളറ് വെണ്ടയ്ക്ക. ഇതിപ്പം വിത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പം നല്ല റെഡ്, അതിൽ കുറഞ്ഞ റെഡുള്ളത്. ഈ ചുമന്ന എനിക്ക് 3 വെണ്ടയ്ക്കകൾ ഞാൻ പിടിപ്പിച്ചെടുത്തു. അതെനിക്ക് വിത്ത് അയച്ചു തന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ നിഷിജയും സബൂറയുമാണ് തന്നത്. അപ്പോൾ അത് ഒരെണ്ണം അതിൽ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇതും നിന്ന് ഉണങ്ങിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പച്ച ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇങ്ങനെ നിൽക്കുന്നത് കട്ട് ചെയ്യരുത്. ഇങ്ങനെ ഇതിൻ്റെ വരയൊക്കെ പൊട്ടും. ആ സമയത്ത് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ പച്ച യാതൊരു കാരണവശാലും പിച്ച് കൊണ്ട് വെച്ച് ഉണക്കരുത്. അപ്പം നമ്മൾ നട്ടതായ പുതിന നല്ല രീതിയിൽ കിളിച്ച് വരുന്നുണ്ട്. ഡെയിലി നമ്മൾ ഇപ്പം ടീയൊക്കെ കട്ടനൊക്കെ ഇടുമ്പോൾ 2 ഇലയൊക്കെ അതിനകത്ത് വെച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ വെള്ളരിയാണ്, നമ്മൾ നട്ട വെള്ളരി. ഇപ്പം വെള്ളരി നടുന്ന രീതിയും വിത്തെടുക്കുന്ന രീതിയൊക്കെ അന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുന്നതാണ്. അപ്പം കുറച്ചും കൂടെ നല്ലതുപോലെ പഴുക്കട്ടെ. ഞാനത് കവർ ഇട്ടിട്ട് കായ്ച്ചൊന്നും കൊത്താതെ വെച്ചിരുന്നായിരുന്നു. അധികം വലിപ്പമൊന്നുമില്ല, എങ്കിലും നമുക്ക് ഇത്രയൊക്കെ മതിയല്ലേ, നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കണം. കണ്ടില്ലേ, ഞാനത് വിത്തിന് നിർത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ കിടക്കട്ടെ. എന്തായാലും ആ രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കണ്ടിട്ടില്ല എന്നുള്ളവർക്ക് ലിങ്കിനകത്ത് ഇട്ടേക്കാം. അതുപോലെ ചെയ്തിരുന്നാൽ മതി കേട്ടോ. എന്തായാലും ഞാൻ അതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് അരി എടുക്കണം അതിൻ്റെ. നമുക്ക് ഈ മൂത്ത ചീരയിൽ നിന്ന് നമുക്ക് അരി എടുക്കുന്ന രീതി പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വരണം. എന്നിട്ട് നമ്മൾ ഇതങ്ങ് കുഴിച്ചെടുത്താൽ മതി. എടുക്കുന്ന രീതി ഇത് ഇച്ചിരൂടെ മൂക്കാനുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് അങ്ങ് കുഴിച്ച്, കണ്ടില്ല, അരി ഇങ്ങനെ നമ്മളിങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അരി ഇഞ്ഞ് വന്നോളും. ഇതൊന്നുകൂടെ ഒന്ന് ഉണങ്ങണം ഈ ചെടി. എൻ്റെ കയ്യിലൊക്കെ മണ്ണാണ്. കണ്ടില്ല അരി.
ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ കായ എന്ന് പറയുന്നത്. ഇത് പരുവായിട്ടില്ല, വളരെ പിഞ്ചാണ്. ഇത് നല്ലതുപോലെ നിന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഇത് പിച്ചാവൂ. ഇതിൽ നിന്നങ്ങ് കറക്കും. എന്നിട്ട് മാത്രമേ നമ്മളത് അടർത്തിയെടുക്കാവൂ. എന്നിട്ട് നമ്മളതിനെ ഉണക്കിയിട്ട് വേണം പാകി കിളിപ്പിക്കാനായിട്ട്. ഇത് കൊമ്പൻ വെണ്ട. ഇനിയും വളരും ഇത് കേട്ടോ. വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇരുന്നതൊക്കെ ഓരോരുത്തരൊക്കെ വന്നപ്പോഴൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതും ഇപ്പം പിഞ്ച് പരുവായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വരിയൊക്കെ ഒന്ന് പൊട്ടും. ആ സമയത്ത് വേണം, ഉണങ്ങിയിട്ട് പൊട്ടും എങ്കിൽ മാത്രമേ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവൂ. ഒരിക്കലും വളഞ്ഞെന്നും കരുതിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പച്ചവെണ്ട എല്ലാം പിന്നെ വിത്തിന് വേണ്ടിയിട്ടുള്ളത് അതിൽ തന്നെ നിർത്തിയിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉണങ്ങുമ്പോൾ കട്ട് ചെയ്യാം. ഇത് വയലറ്റ് പയറും അതേപോലെ മൂത്ത് നിൽക്കുകയാണ്. പക്ഷേ ഉണങ്ങിയതിന് ശേഷം മാത്രം പിച്ചാൽ മതി. ദാണ്ട ഉണങ്ങിയതൊക്കെ നിൽപ്പുണ്ട്. അത് പെട്ടെന്ന് മൂക്കുന്ന ഒരു ടൈപ്പ് പയറാണിത്. അത് കുഞ്ഞു പരുവത്തിലേ നമ്മൾ പിച്ചെടുക്കണം. അല്ലെങ്കിൽ മൂത്തതിന് ശേഷം എന്താണെന്ന് അറിയാമോ, നമുക്ക് പയറായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഉണ്ട് ഇത് വയലറ്റ് പയർ. ഇത് നമുക്ക് നല്ലതുപോലെ ഉണങ്ങി ഒന്നുകൂടെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ഇത് കൊഴിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഉണങ്ങാനായിട്ട് ഒരു പാത്രത്തിനകത്ത് വയ്ക്കാം. ഇപ്പം വഴുതനങ്ങ എന്തായാലും ഒരു 3-4 ദിവസമെങ്കിലും ഒന്ന് വെയിലത്തിരിക്കണം, എങ്കിലേ അത് പരുവായിട്ട് വരുള്ളൂ. പയറും ഒക്കെ നല്ലതുപോലെ, പയറും വെണ്ടയ്ക്കയൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് ഉണക്കിയിട്ട് കൊഴിച്ചെടുക്കാം. അതുപോലെ മുളകും 3-4 ദിവസം ഇരുന്ന് ഉണങ്ങണം. തക്കാളിയുടെ വിത്തെടുക്കുന്ന രീതിയൊക്കെ തക്കാളി കൃഷിയുടെ ആ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ വിത്തിനായിട്ട് ശേഖരിച്ച പയറൊക്കെ ഉണ്ടല്ലോ, പയർ, വഴുതനങ്ങ എല്ലാം നല്ലതുപോലെ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിൻ്റെ കരയിൽ കൊണ്ടുവച്ചിട്ട് ഉണക്കുമായിരുന്നു അല്ലേ. ഇപ്പം അടുപ്പിൻ്റെ കരയിലൊക്കെ കൊണ്ടുവച്ചിരുന്നാൽ എലിയുടെ ശല്യമൊക്കെ മിക്ക വീടുകളിലും ഉണ്ടായതുകൊണ്ട് പിറ്റേന്ന് നോക്കുമ്പോൾ വിത്തുകളൊന്നും കാണത്തില്ല. അപ്പം നമ്മളിങ്ങനെ പിന്നെ ഒരു പാത്രത്തിനകത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ ആ പയറോ എന്തോ ആണെങ്കിലും അതങ്ങ് പറക്കിയെടുത്തിട്ട് ഒരു ടിന്നിനകത്താക്കി അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പല തരത്തിലുള്ള പയറുകൾ ഉണ്ട്. അപ്പം ഒരു പയറെന്ന് പറയുന്നത് എൻ്റെ കറുത്ത മണിയുള്ള പയറാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ശേഖരിച്ച് ഇങ്ങനെ നമ്മൾ പയറെല്ലാം ഇതിൽ നിന്ന് അങ്ങ് അടർത്തിയെടുക്കണം. കണ്ടില്ലേ, അപ്പം നമുക്ക് പയറിൻ്റെ വിത്ത് നമുക്ക് ശേഖരിച്ചെടുക്കാം. ഇപ്പം നല്ല കയറാനുള്ള പയറാണിത്, കണ്ടോ. പക്ഷെ ഇത് നല്ല മീറ്റർ പയർ എന്ന് പറയുന്ന പയർ, നല്ല 22 മണി 24 മണി പയറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള പയറെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നല്ല നീളമുള്ള നല്ല കറുത്ത പയർ കണ്ടല്ലേ, 22-24 മണി പയറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് എടുക്കുന്നത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ഇനി അതേപോലെ വേറെ വയലറ്റ് പയർ. ഇത് ലൈറ്റ് വയലറ്റ് പയറാണ്. ഇത് അധികം നീളമില്ല, കുറ്റിപ്പയറായിട്ട് നിൽക്കും. കണ്ടില്ലേ, ഇതൊരു ലൈറ്റ് വയലറ്റ് പയറാണിത്. അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് അതേപോലെ ശേഖരിച്ച് വെക്കണം. ഇത് നല്ല ഡാർക്ക് വയലറ്റ് പയറാണിത്. അതിനൊരു ഡിസൈനൊക്കെ ഉണ്ട് ആ പയറിന്. ഓരോന്നും നമ്മൾ എടുത്തിട്ട് ഓരോ ഡബയ്ക്കകത്താക്കി വെച്ചിരുന്നാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് പയർ കൃഷി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇത് മീറ്റർ പയറിൻ്റെ ഒരു വേറൊരു ഇനം പയറാണിത്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ പയർ വിത്ത് വേറെ ടൈപ്പാണ്. കണ്ടല്ലേ, പയറിന് നല്ല വലിപ്പം കാണും. ഒരു ഡിസൈനും ഉണ്ട് അതിനകത്ത്, ചെറിയ ഡിസൈനേ ഉള്ളൂ അതിനകത്ത്. ചിലതിനകത്തൊക്കെ പയർ കുറവായിരിക്കും. നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിൽ നിന്ന് ഇങ്ങനെ വിത്തുകൾ ശേഖരിച്ച് വെക്കാമെങ്കിൽ പിന്നെ നമുക്ക് വിത്തിനൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ ഈ പയറിൻ്റെ വലിപ്പം. ഇതെല്ലാം കറുത്ത ഇനം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ ശേഖരിച്ച് ഇങ്ങനെ കുപ്പിക്കകത്താക്കി വെച്ചിരുന്നാൽ മതി. നമുക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാം. ഇതൊക്കെ അയച്ചു തരണം എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്.
അതുപോലെ നമുക്കിനി വെണ്ടയ്ക്ക, ചുമന്ന വെണ്ടയ്ക്കയാണ് ഇതെടുത്തിരിക്കുന്നത്. ചുമന്ന വെണ്ടയ്ക്കയുടെ നമുക്കിതുപോലെ പൊഴിച്ചെടുക്കാം. കണ്ടില്ല അരി ഇരിക്കുന്നത്. ചുമന്ന വെണ്ടയ്ക്കയുടെ അരി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് കുറ്റിയമര പയറാണിത്. അതിൻ്റെ വിത്ത് നമുക്കെടുക്കാം. ഇതിവിടെ ഞാനൊന്ന് നട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. അപ്പോൾ അന്നേരം നട്ടാൽ മതി ഇത്. അപ്പം അതിൻ്റെ വിത്തുകൾ നമുക്ക് ശേഖരിച്ച് വയ്ക്കാം. കണ്ടില്ലേ? അപ്പോൾ അത് നമുക്ക് പയർ മാറ്റിയെടുക്കാം. ഒരു കറുത്ത കളറും ബ്രൗൺ കളറും ഉണ്ട്. കുറ്റി അമരയും കുറ്റി ബീൻസും. അതും ചെടിയിൽ നിന്ന് നല്ലതുപോലെ മൂത്ത് അതിൽ നിന്ന് ഉണങ്ങിയതിന് ശേഷം വേണം അത് പിച്ചി കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്. എല്ലാ വിത്തും കൂടെ ഒരുമിച്ചിട്ട് വയ്ക്കരുത്. ഇതെല്ലാം സെപ്പറേറ്റ് വേണം വയ്ക്കാനായിട്ട്. കണ്ടില്ലേ? രണ്ടും രണ്ട് കളറായിട്ടിരിക്കുന്നു. കുറ്റി അമരയുമായി കുറ്റി ബീൻസുമായി. ഇതിപ്പം പച്ചമുളക്, നമ്മുടെ സ്വന്തം പച്ചമുളക് നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല. ഇത് 2 ദിവസം കൂടെ ഉണങ്ങിയതിന് ശേഷം വേണം അതിൻ്റെ അരി എടുക്കാനായിട്ട്. അരി എടുക്കുന്ന രീതിയൊക്കെ അറിയാമല്ലോ. ഇത് ഞാൻ ഒന്ന് പൊളിച്ചിട്ട് ഇപ്പം ഞാൻ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന അരി ഒന്ന് കാണിക്കാം. കണ്ടില്ലേ? ഇത് ഉണങ്ങണം. ഇതിൽ തന്നെ ഇരുന്നങ്ങ് ഉണങ്ങണം. അപ്പം അതിന് പകരം നമുക്ക് വേറെ 2 മുളക് എടുക്കാം. കണ്ടില്ലേ? നമ്മൾ വാങ്ങിക്കുന്ന വറ്റൽമുളക്, നമ്മൾ വാങ്ങുന്ന വറ്റൽമുളക് മതി. നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള വറ്റൽമുളകൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് നമുക്കതാണ്ട് ഇതേപോലെ അരി കളക്ട് ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് അരി കളക്ട് ചെയ്ത് വെക്കാം. വറ്റൽമുളകിൻ്റെ അരിയായി. ഇനി അതുപോലെ തന്നെ നമുക്ക് കാശ്മീരി മുളകാണ്ട് കുറച്ചുകൂടെ നല്ല ഒരു തടിയൻ മുളകാണ് കാശ്മീരി മുളക് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അതിനകത്തുള്ളത് അരി ഇരിക്കുന്നുണ്ടോ? ഇത് നമുക്കിതുപോലെ തട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കാശ്മീരി മുളക്, അതിൻ്റെ അരി നമ്മളിങ്ങനെ എടുത്തിട്ട് അതും ഒരിടത്തോട്ട് വയ്ക്കുക. ഇനി അതുപോലെ തക്കാളി വഴുതനങ്ങയാണിത്. ഇത് നല്ല വെളുത്തിരിക്കുന്നൊരു സാധനമാണ് ഈ തക്കാളി വഴുതനങ്ങ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പഴുക്കുമ്പോഴത്തേക്ക് ഈ കളറാവും. അപ്പം അത് ഉണങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ അരി ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി ഉണങ്ങാനുണ്ട് കേട്ടോ. നല്ലതുപോലെ അരി കണ്ടില്ലേ ഇരിക്കുന്നത്? നല്ലതുപോലെ ഉണങ്ങണം. ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇത് നമ്മുടെ വയലറ്റ് വഴുതനയാണിത്. അതും ഉണങ്ങാനുണ്ട്. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് നമ്മളിത് കഴുകി ഇഞ്ഞെടുത്താൽ മതി. തട്ടി അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മുടെ തക്കാളിയുടെയും വെള്ളരിയുടെയും വിത്ത് നമ്മൾ എടുത്തില്ലായിരുന്നോ? അതേപോലെ വേണം വഴുതനങ്ങയുടെയും വിത്ത് എടുക്കാനായിട്ട്. ഇതൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ട് പൈപ്പിൻ്റെ കീഴിലോട്ട് വെച്ച് കഴുകിയെടുത്താൽ നല്ലതുപോലെ അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് കിട്ടും. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കും. കുറച്ചും കൂടെ ഉണങ്ങുമ്പോൾ ഒരു പൊതുപതാന്നിരിക്കുന്ന ഒരു പരുവത്തിന് വേണം അത് ചെയ്യാനായിട്ട്. ചീരവിത്ത് എടുക്കുന്നത് കുറേ പ്രാവശ്യം കാണിച്ചാണ്. ഇത് നമ്മൾ ഉണക്കിയിട്ട് അപ്പം തന്നെ ഇത് കൊഴിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മളിങ്ങനെ കയ്യിലോട്ട് ഇട്ടിട്ട് അതല്ല ഒരു പാത്രത്തിലോട്ടിട്ട് കൊഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരി കിട്ടും. കണ്ടല്ലോ? ഇഷ്ടംപോലെ അരി വന്നോളും. ഉണ്ടല്ലോ? ഇത് കുഞ്ഞു കൊമ്പെടുത്തപ്പം തന്നെ നമുക്ക് ഇത്ര അരി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വാളരിപ്പയർ, അതിൻ്റെ വിത്ത് ഉണക്കി വെച്ചിരുന്നതാണ് ഞാൻ. അപ്പോൾ വിത്ത് ശേഖരിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയാണ് വിത്തുകൾ നമ്മൾ ശേഖരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഈ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ സുഡോമോണസിൽ മുക്കിയൊക്കെ വെക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ എടുക്കുക, അങ്ങ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു 5-6 മാസത്തോളം ഇത് ഇരുന്നോളും കേടാകാതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചെടിയിൽ പിടിക്കുന്ന എല്ലാം നമ്മളങ്ങ് ഭക്ഷിച്ച് തീർക്കാതെ അപ്പോൾ അത്യാവശ്യത്തിന് നമ്മളെന്ത് വേണം, നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കണം. നമുക്കൊരു കരുതൽ സ്വഭാവം കൂടെ വേണം അല്ലേ? എങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വിത്തുകളൊക്കെ ഉണ്ടായിരിക്കും. അറിയാത്ത കുറേ പേരുണ്ട്, ബിഗിനേഴ്സൊക്കെ കുറേ പേര് വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കുറേ പേര് കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊച്ചു മക്കളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിത്തുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ട രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ